ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2026 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പഠനഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 400 ചോദ്യോത്തരങ്ങൾ POC മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും 78 ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോയാണ്. 6 വീഡിയോയായിട്ടാണ് ഈ ചോദ്യോത്തരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. റൂത്തിൽ നിന്ന് 41 ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 5 പുസ്തകങ്ങളാണ് ഈ പ്രാവശ്യം പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് റൂത്തിൽ നിന്നുള്ള 41 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ന്യായാധിപന്മാരുടെ. 2. മൊവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തത് ആര്? യൂദായിലെ ഒരു ബത്ലഹേംകാരൻ. ആളുടെ പേര് എലിമലക്. 3. നവോമിയുടെ പുത്രന്മാരുടെ പേരെന്ത്? മഹ്ലോൻ, കിലിയോൻ. 4. അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക: എഫ്രാത്യർ. 5. എന്തു കേട്ടപ്പോഴാണ് നവോമി മക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങിയത്? കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ. 6. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഓർഫ. 7. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? പട്ടണം മുഴുവൻ. പ്രിയമുള്ളവരെ, മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി 4500ഓളം ചോദ്യങ്ങളുള്ള ഒരു പഠന സഹായി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പഠന സഹായി വാങ്ങുന്നവർക്ക് 50 രൂപ കൂടി അധികം അടച്ചാൽ ഈ 400 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന PDF കൂടി നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് അയച്ചു തരുന്നതായിരിക്കും. 9ാമത്തെ ചോദ്യം: എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്? മാറ. 10. നവോമി എന്ന വാക്കിന്റെ അർത്ഥം സന്തുഷ്ട. അത് ഫുട് നോട്ടിൽ കൊടുത്തിട്ടുള്ളതാണ്. 11. എപ്പോഴാണ് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത്? ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. 12. കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? നവോമി. 13. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ധനികനാര്? ബോവാസ്. 14. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? എലിമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. 15. ബോവാസ് എന്തു പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? കർത്താവ് നിങ്ങളോടുകൂടെ. 16. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. 17. കാലാ പെറുക്കിയത് മെതിച്ചപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 1 ഏഫ ബാർലി. 18. വിളവെടുപ്പ് കഴിയുന്നത് വരെ റൂത്ത് ആരോട് ചേർന്നു നിന്നാണ് കാലാ പെറുക്കിയത്? ബോവാസിന്റെ ദാസിമാരോട് ചേർന്നു നിന്ന്. 19. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ആരാണ് ഈ യുവതി? 20. നവോമിയോടൊപ്പം മൊവാബിൽ നിന്നും വന്ന മൊവാബ്യ സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആര്? ഭൃത്യൻ. 21. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. 22. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട്, അതായത് റൂത്തിനോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? വീഞ്ഞിൽ മുക്കി. 23. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? അമ്മായിയമ്മയെ. 24. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? നവോമി റൂത്തിനോട്. 25. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ധാന്യക്കൂമ്പാരത്തിന്റെ അരികിൽ. 26. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിന്റെ തലയിൽ വച്ചു കൊടുത്തത്? 6. 27. കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്നു കാണാം. ആരാണ് പറഞ്ഞത്? നവോമി. 28. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്?
കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. 29 അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടിയുണർന്നപ്പോൾ കണ്ടതെന്താണ്? കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. 30 നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്, പൂരിപ്പിക്കുക. ഔദാര്യം. 31 ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? ബോവാസ്. 32 വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. 33 ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? റാഹേൽ, ലെയ. 34 ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നവരും പറയുന്നത്? എഫ്രാത്തയിൽ. 35 ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നവരും പറയുന്നത്? ബെത്ലഹേമിൽ. 36 റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടതാര്? അയൽക്കാരായ സ്ത്രീകൾ. 37 ഹെബ്രോന്റെ പിതാവ് ആര്? പേരസ്. 38 വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ബന്ധു ബോവാസിനോട്. 39 നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? ശ്രേഷ്ഠന്മാരായ 10 പേരെ. 40 ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. 41 കർത്താവ് തന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെയാകട്ടെ എന്നാണ് സാക്ഷികൾ പറയുന്നത്? ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലെയ എന്നിവരെ പോലെ. പ്രിയമുള്ളവരെ, മുൻകൂട്ടി ചോദ്യം തരുന്നതിന് പലരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ PDF ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളുടെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വളരെ സമഗ്രമായി 2026 ലോഗോസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്നലെ കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകുന്നത് തെറ്റാണ്, കാരണം ആരും ബൈബിൾ തുറക്കില്ല, ബൈബിൾ വായിക്കില്ല, ബൈബിൾ പഠിക്കില്ല എന്നൊക്കെ. അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഒരുപക്ഷെ ഒന്നും പഠിക്കാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ നൽകിയാൽ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചിട്ട് പോയി പരീക്ഷ എഴുതുമ്പോൾ 75 മാർക്കിന് മുകളിൽ ഒരുപക്ഷെ 80 മാർക്ക് വരെ വാങ്ങാൻ കഴിയും എന്നതൊരു നല്ല കാര്യമാണ്. പക്ഷേ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വചനം പഠിക്കുക എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായി വചനം പഠിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ലോഗോസ് പരീക്ഷ എഴുതുന്നവര്. ഞാൻ മനസ്സിലാക്കുന്നത് 6 ലക്ഷത്തിലധികം ആളുകൾ എല്ലാ വർഷവും ലോഗോസ് പരീക്ഷ സാധാരണ നിലയിൽ തന്നെ എഴുതുന്നു എന്നാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ തുടർന്ന് ബൈബിൾ വായിക്കാനോ വചനം പഠിക്കാനോ ഉള്ള താല്പര്യം കുറയും എന്നൊരു ആശങ്കയാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. POC മുൻകൂട്ടി ചോദ്യം തന്ന സ്ഥിതിക്ക് നമ്മളത് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു. തുടർന്നുള്ള വീഡിയോസ് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് 6 വീഡിയോയായി മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ വീഡിയോയാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചോദ്യോത്തരങ്ങൾ 4 ഓപ്ഷൻ അടക്കമുള്ള മോക്ക് ടെസ്റ്റുകളായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 80 മാർക്ക് ആദ്യം നമുക്ക് ഉറപ്പിക്കാം. 100 മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ബൈബിൾ വായിക്കുകയും നമ്മുടെ പഠന സഹായി വാങ്ങി ബാക്കി ഭാഗങ്ങൾ പഠിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കുകയും കൂടി ചെയ്യാം. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.